ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ വീഡിയോ കൈ വിറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലണ്ടനിലേക്ക് ഞങ്ങൾ പോവാണ്. ചേച്ചിയുടെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ നേരെ ലണ്ടനിൽ പോയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ ക്യാരി ചെയ്തിട്ട് ലണ്ടനിലെ കറങ്ങാൻ പോകാമെന്ന്. ഫസ്റ്റ് ടൈമാണ്. ഇറ്റ്സ് മൈ ഡ്രീം പ്ലേസ്. ഐ ആം സോ എക്സൈറ്റഡ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാം. സോ ഞാൻ 5:55 മേക്കപ്പ് ചെയ്യാൻ കയറിയത്. അതായത് ഏകദേശം ഒരു 6 മണി. ഇപ്പോൾ സമയം 6:25. സോ എനിക്കൊരു 25-30 മിനിറ്റ് വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. എന്നാലും എല്ലാം സെറ്റ് ആവുള്ളൂ. പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വൈകുന്നേരം വരെയൊക്കെ നിൽക്കുന്നതല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ്. കോസ്റ്റ്യൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാത്റൂമിൽ ഇരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ എടുക്കാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഭയങ്കര ലെവലാണ് പിള്ളേരൊക്കെ ഉള്ളത് കാരണം. രാവിലെ ദോശ കടലക്കറി. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി. നല്ല മഴയാണ്. ഇത് കുറച്ച് പ്ലേസുകളാണ്. ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ലണ്ടനിലെത്തും. മനസ്സിലായിട്ട് കാരണം മനസ്സിൽ നമ്മൾ പറഞ്ഞ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. കാരണം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാവരും ലണ്ടനിലേക്ക് പോയി. ഞാൻ പോയില്ല. ലണ്ടൻ ഇതുവരെ കണ്ടിട്ടില്ലേന്ന്. ഞാൻ വന്നിട്ട് 1 വർഷം ആവണമെന്നുള്ളൂ. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വന്നിട്ട് ഏകദേശം 3 വർഷം ആവാറ്. എന്നിട്ട് ചേച്ചി ഒരു ലണ്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് പോകാൻ വിചാരിച്ചു. ഗൈസ്, അങ്ങനെ ഫൈനലി ലണ്ടനിൽ എത്തി അല്ലേ? ഞങ്ങള് ടവർ ബ്രിഡ്ജ് കൂടെയാണ് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുണ്ടായത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയില്. സോ ഞങ്ങള് ലഗേജ് എവിടെയെങ്കിലും ക്യാരി ചെയ്തിട്ട് പോകാന്ന് വെച്ചിട്ടാണ്. ആൻഡ് ഫൈനലി വി റീച്ച് ഇൻ ലണ്ടൻ. എനിക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഭയങ്കര കളവുള്ള സ്ഥലമാണ്. അവിടെ ഫോണൊക്കെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. എങ്ങനെ കാണിക്കണേ? അപ്പൊ ഞങ്ങള് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ പോണത് ലണ്ടൻ ഐയിലേക്കാണ് കേട്ടോ. ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങള് ഫാമിലിയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് ഫോൺ എടുക്കുമെന്നുള്ളത്. ഹായ് അഞ്ചു ചേട്ടൻ. ഹായ്. അതാണ് ഗൈസ് ലണ്ടൻ ഷാർക്ക്. ഞങ്ങള് ബസ് സ്റ്റോപ്പില് വെയിറ്റ് ചെയ്യണം. വാട്ടർലൂല് ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ലണ്ടൻ ഐ.
അങ്ങനെ ഞങ്ങള് ബസ് ഇറങ്ങി വാട്ടർലൂവിലേക്ക് ബസ് ഇറങ്ങിയിട്ട് ലണ്ടൻ ഐയിലേക്ക് നടക്കാണ്. തമ്പുരാൻ സഹായിച്ച് മഴയൊന്നും കാണാനില്ല. നടന്നാ മതിയായിരുന്നു. അല്ലാതും ഭയങ്കര കാറ്റുണ്ട്. വെതർ ഓക്കെയാണ്, വലിയ തണവൊന്നുമില്ല കേട്ടോ. നമ്മള് ലണ്ടനായി ഏകദേശം എത്തിയിട്ടുണ്ട് ഗായ്സ്. ക്രിസ്മസ് ആയതുകൊണ്ട് കാരണം അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നൈറ്റ് ആയാലാണ് നമുക്ക് കറക്റ്റായിട്ട് എക്സാക്ട് വ്യൂ കിട്ടുള്ളൂ. എന്ത് രസമായിട്ട് റെയിൽവേ സ്റ്റേഷന് ആ ട്രെയിൻ പോണു. മുകളിൽ ലണ്ടനായി സ്വപ്നം കാണുമ്പോ പ്രത്യേക ചേച്ചി കാരണം ഹൗസ് ഫീൽ ചേച്ചി. നല്ലൊരു സ്വപ്നം യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞു. 3 കൊല്ലത്തെ ഒരു കാത്തിരിപ്പ്. ചേച്ചിക്ക് ഭയങ്കര ഇതായില്ലേ. ആ ബ്രിഡ്ജിന്റെ അടി കൂടെ പോയപ്പോഴാണ് ശരിക്കൊരു എന്താ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. കാറ് ബ്രിഡ്ജിന്റെ അടി കൂടെ പോയി. അതുകൊണ്ട് കാരണം ഓൾറെഡി ഞങ്ങൾ ചെറുതായിട്ട് അത് കാണുമ്പോ തന്നെ നമ്മള് പണ്ട് മറ്റേ കൽഹോനഹോലും അങ്ങനത്തെ ഹിന്ദി സിനിമകൾ കണ്ടിട്ട് ആ ഒരു ഇത് റിയാലിറ്റിക്ക് ആയിരിക്കും ഭയങ്കര ഇത് കേട്ടോ. വേറൊരു ഫീല്. എത്ര പാല് പിടിക്കാണ്. എല്ലാ അറ്റങ്ങളും വണ്ടിയില് കളിക്കണേ, എല്ലാ അറ്റങ്ങളും. അത്യാവശ്യം തണവ് വന്നിട്ടുണ്ട്. എൻ്റെ നെഞ്ചത്ത് കാറ്റടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റില്ല. സിക്ക് ലീവ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കഴുത്തിൽ നെഞ്ചത്തൊക്കെ ഞാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബബിൾ ടീൻ്റെ ഇഷ്ടമായ കടിക്കുണ്ടായില്ലേ. എല്ലാവരും കഴിച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ഇത് ആക്ച്വലി മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് ബബിൾ ടീ ആണ് കേട്ടോ. ചോക്ലേറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആക്ച്വലി നാട്ടിലത്തെ ബബിൾ ടീനെയുള്ള ടേസ്റ്റ് എനിക്ക് ഇവിടുത്തെ നല്ലത് തോന്നിയത്. ഞങ്ങളൊരു മാളിൽ കേറിയിട്ട് ഇറങ്ങി. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടാ. നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല. സോ നമ്മളിനി KFCയിലേക്കാണ് പോണേ. കുറേ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് ആക്ച്വലി നമ്മളൊരു എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പോകാം. അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു ദിവസം ഞാനും ഒറ്റയ്ക്ക് വന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും കൂട്ടി പോകാൻ ശരിയാവില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലണ്ടൻ കാണാനായിട്ട് വന്നു, അത്രേ ഉള്ളൂ. KFC അവിടേക്ക് ഞങ്ങൾ നടക്കാം. ഫൈനലി നമ്മൾ KFC എത്തി.
ആയിട്ടാണ് കഴിക്കണേ ഫുഡ്. This is the perfect night tonight. It's now or never. Come on, let's light up the sky. Now we're together. Come on, let's light up the sky. Just you and I. നമ്മൾ എവിടേക്ക് പോന്നേ? ആദ്യക്ക് എന്ത് കിട്ടി? Where's your hat? Right! Then you all deserve your first present. Now, well, I'm gonna.
ഞങ്ങൾ ഇവിടുന്ന് റൂമിലോട്ട് കാർ കയറി. 7 സീറ്ററാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കയറി. ഞങ്ങൾ റൂം കിട്ടിയതിൻ്റെ കഥയൊക്കെ പിന്നെ പറഞ്ഞു തരാം. എങ്ങനെയാ എന്തൊക്കെയോ നടന്നു. അപ്പം നല്ല റൂം എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇപ്പൊ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വരാം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വന്നിട്ട് ഈ റൂമിൽ 2 പേര് കിടക്കാൻ പാടുള്ളൂ. 2 അഡൾട്ട് അങ്ങനെ പറ്റുള്ളൂ. അപ്പം ഞാനും അനിയനും കൂടിയിട്ട് താഴത്തെ 88 അങ്ങനെ റൂം കിട്ടിയേക്കണം. അപ്പം അവിടേക്ക് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ.